ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു ഹോം കുക്ക് മലബാർ. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതിൻ്റെ അടുത്തുള്ള ബെൽ ബട്ടൺ പ്രസ് ചെയ്യുക. ഇന്ന് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത് ഒരു അടിപൊളി ഫിഷ് ഫ്രൈൻ്റെ റെസിപ്പിയുമായിട്ടാണ്. നമുക്ക് പാർട്ടികളിലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫിഷ് ഫ്രൈ ആണിത്. അപ്പോൾ നമുക്ക് ഇതെങ്ങനെയാണ് ഉണ്ടാക്കുക, അതിൻ്റെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്നൊക്കെ നോക്കാം. ഫിഷ് ഫ്രൈ ഉണ്ടാക്കാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് കരിമീനാണ്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്ത് വരഞ്ഞു വെച്ചിട്ടുള്ള കരിമീനാണ്. അപ്പോൾ ഇനി ഇതിലേക്കുള്ള ഒരു മസാല നമ്മൾ റെഡിയാക്കി എടുക്കണം. മസാല റെഡിയാക്കി എടുക്കാനും വേണ്ടിയിട്ട് ഞാനതൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു 10 മുതൽ 15 വരെ വറ്റൽമുളക് ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ഞാൻ കുറച്ച് നേരം വെള്ളത്തിൽ സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന വറ്റൽമുളകാണ്. അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുറച്ച് കറിവേപ്പില, അരമുറി ചെറുനാരങ്ങന്റെ നീര്, ഒന്നര ടേബിൾ സ്പൂൺ മുളക് പൊടി, മുക്കാൽ ടീസ്പൂൺ മല്ലിപ്പൊടി, അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി, അര ടേബിൾ സ്പൂൺ പെരിഞ്ജീരകപ്പൊടി, 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് എല്ലാം ചേർത്തിട്ട് നമുക്ക് ഇതൊന്ന് നന്നായിട്ട് പേസ്റ്റ് രീതിയിൽ അരച്ചെടുക്കണം. കുറച്ച് വെള്ളവും കൂടെ ചേർത്തിട്ട് അരച്ചെടുക്കുന്നതാണ് നല്ലത്. ഇതേപോലെയാണ് നല്ല പേസ്റ്റ് രൂപത്തിൽ നമ്മൾ അരച്ചെടുക്കേണ്ടത്. ഇനി ഇത് നമുക്ക് ഈ മീനിൽ നന്നായിട്ട് തന്നെ തേച്ച് പിടിപ്പിക്കാം. എരിവിനനുസരിച്ച് നിങ്ങൾക്ക് വറ്റൽമുളകിന്റെയും മുളക് പൊടിയുടെ ഒക്കെ അളവ് കൂട്ടുകയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ മീനിലൊക്കെ നന്നായിട്ട് നമ്മുടെ മാരിനേഷൻ നന്നായിട്ട് തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഈ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള മീൻ നമ്മൾ ഒരു അരമണിക്കൂറെങ്കിലും റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കണം. എന്നാലേ ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ ഈ മീനിൽ പിടിച്ചിട്ടുള്ളൂ. ഇപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മുടെ മാരിനേറ്റ് ചെയ്ത് വെച്ച മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിൽ ഞാൻ ഒരു മീൻ എടുത്തിട്ടാണ് ഇപ്പോൾ ഞാൻ ഫ്രൈ ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഒരു മീൻ എടുത്തിട്ടുണ്ട്. ഇനി ഈ മീനിലേക്ക് 1 ടേബിൾ സ്പൂണ് കോൺഫ്ലോർ ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ മീനിൽ തേച്ച് പിടിപ്പിക്കണം. അപ്പോൾ ഞാൻ 2 സൈഡ് നന്നായിട്ട് തന്നെ മീനിൽ കോൺഫ്ലവർ തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊന്ന് എണ്ണയിൽ ഫ്രൈ ചെയ്തെടുക്കാം. മീൻ ഫ്രൈ ചെയ്യാനും വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് ചൂടാക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പില അതിലിട്ട് കൊടുത്തിട്ടുണ്ട്. ഒരു നല്ല ഫ്ലേവറിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി അതിലേക്ക് നമുക്ക് മീൻ ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. തിരിച്ചും മറിച്ചും ഇട്ടിട്ട് നന്നായിട്ട് തന്നെ ഫ്രൈ ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു ഭാഗം ആയിട്ടുണ്ട്. ഇനി മറ്റേ ഭാഗം കൂടി നമുക്ക് മറിച്ചിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അപ്പോൾ നമ്മുടെ മീൻ റെഡി ആയിട്ടുണ്ട്. 2 ഭാഗവും നന്നായിട്ട് തന്നെ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. അപ്പോൾ ഇന്നത്തെ ഡിഷായിട്ടുള്ള മീൻ പൊരിച്ചത് പാർട്ടികളിലൊക്കെ നമുക്ക് വിളമ്പാൻ പറ്റുന്ന ഒരു അടിപൊളി ഡിഷാണിത്. അപ്പോൾ എല്ലാവരും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായങ്ങളൊക്കെ എന്നെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. And thanks for watching my video. Please like, comment and subscribe my channel.